ഹായ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കണം. സോ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഉള്ള ഓഫീസിൽ നിന്ന് കുറച്ച് അപ്പുറത്തോട്ട് മാറി പുതിയൊരു ഓഫീസിലോട്ട് ഷിഫ്റ്റായി. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇങ്ങനെ ക്ലബ് ചെയ്തൊരു വീഡിയോ ആക്കാമെന്ന് വെച്ചു. പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഓടാൻ പോകണൊക്കെ 2-3 വീഡിയോസ് ഉണ്ട്. ആൻഡ് ലാസ്റ്റിൽ ഞാനൊരു കാര്യം പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വീഡിയോ ചെയ്യണം. ഇവിടെയാണ് എൻ്റെ പുതിയ ഓഫീസ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് തുറന്നിരിക്കുകയാണ് വിചാരിച്ചു. സോ ഇവിടെ ചെറിയ പൂജയൊക്കെ തുടങ്ങുന്നതിൻ്റെ പരിപാടിയാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. ഇതാണ് ഒരു ചെറിയ മീറ്റിംഗ് റൂം പോലത്തെ. ബാക്കി ഇതാണ് നമ്മുടെ ടീം ചെറുതായതുകൊണ്ട് ഇത് ഇനഫാണ് ഇത്ര പോരെ സ്ഥലം. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ പുറത്തേക്കൊക്കെ നോക്കാൻ പറ്റും. ഇപ്പോൾ ഉള്ളത് കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഈ ഒരു സെറ്റപ്പില്ല. സോ നല്ലതാണ്. ഇനിയിപ്പോൾ ജൂലൈ 1 തൊട്ട് ഞാൻ ഇവിടെ ആയിരിക്കും. നമ്മൾക്ക് ഇതുവരെ ഇങ്ങനെ സെപ്പറേറ്റ് കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഫൈനലി വന്നത്. സോ കുറച്ച് എക്സൈറ്റഡ് ആണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് നമ്മുടെ കർമ്മല ചേച്ചീനെ ഒന്നും കാണാൻ പറ്റില്ല. അവരെ കാണണമെങ്കിൽ പിന്നെ ഇനി അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. ഇവിടെ ഇപ്പോൾ നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസിൽ എന്താ പറയുക, ഏകദേശം ഒരു 5-6 ഒരു 10 ആൾക്കുള്ളിലേ ഉള്ളൂ. അപ്പോൾ ഇനി അവരൊക്കെ ഇവിടെ ആയിരിക്കും. പിന്നെ ബാക്കിയുള്ള സ്റ്റാഫൊക്കെ അവിടെയും. അങ്ങനെയാണ് ഇപ്പോഴത്തെ സെറ്റപ്പ്. ഞാൻ ഇവിടുത്തെ റിസപ്ഷൻ കാണിച്ചു തരാം. ഇതാണ് റിസപ്ഷൻ. ഇവിടെ നല്ല രസമാട്ടോ. ഫുള്ള് ലൈറ്റും പരിപാടിയും ചെടിയൊക്കെ ഉണ്ട്. പിന്നെ അതാണ് റിസപ്ഷൻ. ഇവിടെ ചെറിയ പത്രവും ഒരു ചെറിയ ആഡൊക്കെ കൊടുക്കുന്നൊരു സ്ഥലം. അത് റോഡ് സെറ്റപ്പ് അല്ലേ. ഇതാണ് വാഷ്റൂം. അവിടെ ഒരു എയർ ഫ്രഷ്നർ ഉണ്ട്. ഇതുണ്ട്. എവിടെയാണ് ഇതൊക്കെ കൊള്ളാം. നല്ല സെറ്റപ്പാണ്. ഇത് കുറച്ചുകൂടി മഞ്ഞ ലൈറ്റാണ്. ഫോണിൽ കാണുമ്പോൾ വെള്ള പോലെയുണ്ട്. രാകേഷ് ജി ഇവിടുന്ന് പോയതിനെ പറ്റി രാകേഷ് ജിയുടെ അഭിപ്രായം എന്താ? A few moments later. ഓഫീസ് വിട്ട് പോണതിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പോയേ പറ്റൂ. എന്നെ മിസ് ചെയ്യും രാകേഷ് ജി. ഉറപ്പായിട്ടും മിസ് ചെയ്യും. കള്ള പറയുമ്പോ മുഖത്തെ സന്തോഷത്തോക്ക് കല്ലല്ല, സത്യം. ഞാൻ കുറെ ആൾക്കാരെ മിസ് ചെയ്യും. ഗണപതിനാക്കിയതുണ്ടോ ഞങ്ങള്. ഇതാണ് മുകളിലെ കഫറ്റേരിയ. ഇവിടെ അടിപൊളി സെറ്റപ്പാണ്. ഫുഡ് കഴിക്കാനൊക്കെ ഇവിടെ വന്നിരിക്കുക. പിന്നെ അവിടെ ഗെയിംസ് ഒക്കെ ഉണ്ട്. ഞാൻ പോകുന്നതിനെ പറ്റി എന്ത് പറയുന്നു? നിന്നെ ഞാൻ മിസ് ചെയ്യും. അതെനിക്ക് പറയാനുള്ളത്. മീനാക്ഷി മിസ് യു കാർത്തി. മിസ് യു കാർത്തി. അയ്യോ. സോ ഞാൻ പോവാണ് ഗൈസ് ഇവിടുന്ന്. സോ ഇന്ന് സൺഡേ ആണ്. ഞാൻ ഇന്ന് കുറച്ച് ഈസി ആൻഡ് ലോങ് റൺ ചെയ്യാൻ വെച്ചിട്ടാണ് നിൽക്കണേ. ഇന്നലെയൊക്കെ ഞാൻ റെസ്റ്റ് എടുത്ത്. അതുകൊണ്ട് ഇന്ന് അത്യാവശ്യം എനർജിയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അറിയില്ല, മൊത്തത്തിലൊരു ക്ഷീണമാണിപ്പോൾ. സോ ഏതായാലും നമുക്ക് നോക്കിയിട്ട് വരാം. വെയിലൊക്കെ ഉണ്ട്. പക്ഷേ അന്നുണ്ടായ അത്ര നല്ല വെതറും ഇതൊന്നും അല്ല. ഇപ്പോൾ 2 ദിവസമായി മഴയൊക്കെ പെയ്യണു. സോ ചളി ഉണ്ടാവുമെന്ന് അറിയില്ല. ലെറ്റ്സ് സീ. അങ്ങനെ നമ്മൾ പാർക്കിലെത്തി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവിടെ അധികം ആളൊന്നുമില്ല. ഇന്ന് ലോങ് ഓടാന്ന് വെച്ച പ്ലാനൊക്കെ പാളി ഗൈസ്. ഞാൻ ഇന്ന് കുറച്ച് ഈസി ആൻഡ് ലോങ് റൺ ചെയ്യാന്ന് വെച്ചിട്ടാണ് നിൽക്കണേ. ഇന്നൊന്നും കഴിയണില്ല, എന്തേന്ന് അറിയില്ല. 1 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം വെടി തീർന്നു.
സോ ഇന്നാകെ 2 കിലോമീറ്റർ ഓടിയില്ലോ. ഇനി നമുക്ക് സാവധാനം നല്ല സ്പീഡ് കൂട്ടി കൊണ്ടുവരാൻ തോന്നുന്നു. സ്പീഡല്ല, പക്ഷെ ലോങ് ഓടാൻ തന്നെ പറ്റണില്ല. ഇന്നെന്താ അറിയില്ല, ഒട്ടും എനർജി ഇല്ലാത്ത പോലെ. സീനില്ല, ഏതായാലും നാളെ നോക്കാം. ഞാൻ തിരിച്ചെത്തി. അവിടെ ഒരു ചെറിയ തിരക്കുള്ളൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഈ ഇഡ്ഡലിയും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒക്കെ കൊടുക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അവിടുന്ന് 2 ഇഡ്ഡലി വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇഡ്ഡലി. ഇതിൻ്റെ ഒന്നിച്ച് ചട്നിയും സാമ്പാറും കൂടി കിട്ടും. ഇന്ന് നമ്മൾ ചിക്കൻ കറിയും ചോറുമാണ് വെക്കാൻ പോണത്. ഞാൻ ചിക്കനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ വരും. അതുവരെ നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം. ഇതിന് മുമ്പേ സാധനം എത്തി ഗൈസ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ചിക്കൻ ക്ലീൻ ചെയ്യാം. ആക്ച്വലി ചിക്കൻ ക്ലീൻ ചെയ്തുകൂടാന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, ബട്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ ചോറ് അടുപ്പത്തായി. ഇനി നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഉള്ളിയും ഇതെല്ലാം മുറിച്ചിടാം. ഉള്ളിയും തക്കാളിയൊക്കെ വരട്ടിയെടുക്കുന്നുണ്ട്. ഞാൻ ഇതിലാക്കാന്നാണ് വിചാരിച്ചത്, എന്തേന്നറിയില്ല. അത് പണ്ടേ കുറച്ച് പെട്ടെന്ന് കരിയണായതുകൊണ്ട് അത് പെട്ടെന്ന് കരിഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഇതിലാക്കാന്ന്. ചോറ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനൊരു സംഭവം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിലെന്താണെന്ന് വെച്ചാൽ തക്കാളി ഉണ്ട്, കുറച്ച് തൈരുണ്ട്, പിന്നെ ഒരു മല്ലിയിലയും കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇതെന്തിനാണ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ബട്ട് ട്രൈ ചെയ്യണമെന്ന് തോന്നി. ഇത് റെഡിയായി. നമുക്ക് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ആയിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്കിത് കുറച്ച് നേരം പൊത്തി വെക്കാം. സോ ഇതാണ് ഗൈസ് നമ്മുടെ ചിക്കൻ കറിയുടെ അവസ്ഥ. ആൻഡ് കുറച്ച് സമയം കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് കുക്കാവുന്ന തോന്നുന്നത്. ഐ മീൻ ഫുള്ളി റെഡി ആവുന്ന തോന്നണേ. സോ ഗൈസ് നമ്മുടെ ചിക്കൻ കറിയും ചോറും റെഡിയായി. ഞാൻ പിന്നെ കുറച്ച് കച്ചമ്പർ പോലെ ഇങ്ങനെ സാലഡ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി സാപ്പിടാം. ഈ വീക്കെൻഡ് ഞാൻ നാട്ടിലോട്ട് പോവാണ്. അതാണ് ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞ കാര്യം. ഇനി വരാൻ പോകുന്ന വീഡിയോ ഒക്കെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും. സോ അതിനു വേണ്ടി സ്റ്റേ ട്യൂൺഡ്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.